ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ യാത്രാ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ 2 സിസ്റ്റേഴ്സും മക്കളുമായിട്ട് കായംകുളത്ത് നിന്ന് അങ്കമാലിയിലേക്ക് പോകുന്ന ഒരു വീഡിയോസാണ്. എൻ്റെ ചേച്ചിയുടെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെലിബ്രേഷൻ എന്ന് തന്നെ പറയാം. അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. നേഴ്സിങ്ങിൻ്റെ ലൈറ്റിംഗ് സെറമണിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാ പേരൻസും അവിടെ 2 മണിയായപ്പോഴത്തേക്കും എത്തിയിരുന്നു. ഇതാണ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ബാച്ചിലെ കുട്ടികളാണ് ഫസ്റ്റ് ഇയറിലെ കുട്ടികളെ വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കുട്ടികളിങ്ങനെ വരിവരിയായിട്ട് പോയി നമ്മുടെ സെൻറ്ററിൽ കൂടെ കടന്നു വരികയാണ്. ഒപ്പം ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ അകത്തൂടി ഇങ്ങനെ പോവുക. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. LKG പഠിക്കുമ്പോൾ തൊട്ടേ എൻ്റെ സച്ചുമോളോട് ഞാൻ BSc നേഴ്സാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലെന്നുള്ളത് എപ്പോഴും പറയുമായിരുന്നു. അവൾ ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷം കൂടിയായിരുന്നു. നേരം നമ്മുടെ കോളേജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരും അതിഥികളും ഒക്കെ സംസാരിച്ചു. നഴ്സിംഗ് മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞു. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷനായിട്ടുള്ള നൈറ്റിംഗിലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നീട് ലാമ്പ് ലൈറ്റിംഗ് സെക്ഷനിലേക്ക് വരികയാണ്. 2 സിസ്റ്റർമാരാണ് ലാമ്പ് തെളിയിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ പ്രകാശം പരത്തണം എന്നുള്ളതും, സ്നേഹം, കാരുണ്യം, ദയ, നേഴ്സുമാരാകുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതോടെ ഉള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഓരോ കുട്ടികളും പ്രകാശം തെളിയിക്കുന്ന ദീപം അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ഒരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു മൂമെൻറ്റ്സ്. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുട്ടികളെല്ലാം യൂണിഫോമിൽ നല്ല അച്ചടക്കത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ആ ലാമ്പൊക്കെ തെളിയിച്ച് കഴിഞ്ഞ് പിന്നീട് 2 സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ക്യാൻഡിൽ കത്തിച്ചു കൊടുത്തു. പിന്നീട് ഓരോ കുട്ടികളും വന്ന് ആ ലാമ്പിൽ നിന്നും ചെറിയ ദീപം കത്തിച്ച് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ വന്നു. അങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞാനിങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കിയിരുന്നു എൻ്റെ സച്ചുമോൾ ഇങ്ങനെ വന്ന് ആ വിളക്ക് കത്തിച്ചുകൊണ്ട് വരുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ ക്ലാസ്സിൽ ഏകദേശം 50 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ബോയ്സ് കുറവും ഗേൾസ് കൂടുതലുമായിരുന്നു. എല്ലാ കുട്ടികളും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ക്യാൻഡിലുമായിട്ട് തിരിച്ച് അവരവരുടെ സ്ഥലത്ത് പോയി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് വീഡിയോസൊന്നും നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് എൻ്റെ സച്ചു വിളക്കുമായിട്ട് അങ്ങോട്ട് പോയി അവിടെ നിന്നു. അതിനുശേഷം ഇവർ നമ്മുടെ പ്രതിജ്ഞ എടുക്കുന്നുണ്ടായിരുന്നു. നേഴ്സിംഗ് മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ആയിരിക്കും എന്നുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും പ്രതിജ്ഞയും കൂടിയായിരുന്നു അത്. അതിനുശേഷം പ്രോഗ്രാംസൊക്കെ വൈൻഡപ്പ് കഴിഞ്ഞു. പിന്നീട് ഫുഡുണ്ടായിരുന്നു. ഫുഡും അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, ഫ്രണ്ട്സിനോട് സംസാരിച്ചു. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പ്ലാനിങ് ആയിരുന്നു. അവളെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവളുടെ കോളേജും പുറകിൽ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ചെന്ന് അവളുമായിട്ട് ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശേഷം ഞങ്ങൾ നേരെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഓട്ടോയിലാണ് അവിടുന്ന് പോയത്. പിന്നീട് അവിടുന്ന് നേരെ ട്രെയിൻ പിടിച്ച് കായംകുളത്തിന് പോയി. അപ്പോൾ ബൈ, സീ യു.